എല്ലാ ടെസ്റ്റുകളിലും പെർഫെക്റ്റ് റിസൾട്ടാണ്. സ്കാനിങ്ങിൽ ബ്രെയിൻ യാതൊരു കുഴപ്പവും കാണുന്നില്ല. പിന്നെ പെട്ടെന്നുള്ളൊരു ഷോക്ക് കൊണ്ട് ഇങ്ങനെ സംസാരശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായേക്കാം. അങ്ങോട്ട് പറയുന്നതൊക്കെ ചില സമയത്ത് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഇങ്ങോട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. തലമണ്ട ഇടി വീണാലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അതിന് ഇന്നലെ രാത്രി ഇടിയും മഴയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആ ഡോക്ടർ, ഗ്രഹണ സമയത്ത് ആകാശം നോക്കിയാലും ഇങ്ങനെ ഉണ്ടാവാം. അങ്ങനെ വന്ന ആള് പോക്ക, അതിന് ചികിത്സയൊന്നുമില്ല. ഒന്ന് നിർത്തു പോറ്റി. സോറി മാഡം. ഇറ്റ് മൈ ബി എ കേസ് ഓഫ് മെന്റൽ ഡിപ്രഷൻ. എന്ത് ട്രീറ്റ്മെന്റ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഡോക്ടർ. എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാം. പ്രത്യേകിച്ചൊരു ട്രീറ്റ്മെന്റ് ആവശ്യപ്പെടില്ല. ഹസ്ബൻഡിന്റെ ഡിപ്രസ്ഡ് മൈൻഡിനെ നിങ്ങളെന്ന ഭാര്യ ഉണർത്തിയെടുക്കണം. അതിന് മെഡിസിനേക്കാളേറെ നിങ്ങളുടെ പരിചരണമാണ് ആവശ്യം. എന്തുമാത്രം ഗോഷ്ടി ഞാൻ കാണിച്ചു. ഒന്ന് ചിരിക്കെങ്കിലും ചെയ്യും. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഗതികേട്. ഭാര്യ ഓഫീസിൽ നിന്ന് വരുമ്പോഴേക്കും ഭർത്താവിന്റെ ഓർമ്മശക്തി വീണ്ടെടുക്കണമെന്ന്. ഞാൻ ആരാ, മനഃശാസ്ത്രജ്ഞനോ മാന്ത്രികനോ? എന്ത് ചെയ്യാൻ, മേളിൽ നിന്നുള്ള ഉത്തരവായി പോയില്ലേ. അതെ സാർ, ഒന്നുകൂടി ശരിക്കും ഒന്ന് ഓർത്തു നോക്കിയേ. സാർ ആരാ? സബ് കളക്ടർ രവീന്ദ്രൻ? വേണ്ട, സാറിന്റെ ഭാര്യ ഒന്ന് ഓർത്തു നോക്കിയേ. ശ്രീദേവി IPS, കമ്മീഷണർ ഓഫ് പോലീസ്. ഇങ്ങോട്ട് നോക്ക്. അതിന്റെ രക്ഷയില്ല. പോട്ടെ, എന്നെ ഒന്ന് ഓർത്തു നോക്കിയേ. CI മന്മഥൻ പോറ്റി SI. CI മന്മഥൻ പോറ്റി SI. ഓ, മനസ്സിലായി. എന്റെ തൃപ്രയാറപ്പാ, ഇക്കുറിയെങ്കിലും മാഡത്തിന് മുമ്പിൽ എന്റെ കഴിവ് തെളിയിക്കാൻ ഒരു അവസരം കിട്ടി. പറയൂ, CI മന്മഥൻ പോറ്റി SI. പറഞ്ഞാട്ടെ, ആരാ? ആരാ? കൊരങ്ങൻ നിന്റെ തന്തയാടാ. പാവം മേഡം, ഭർത്താവ് എന്ന് പറഞ്ഞ് തന്നെ ബെഡ്റൂമിൽ സ്റ്റാഫ് ചെയ്ത് വെക്കാൻ കൊള്ളാം. ഇനി അടുത്ത പരിപാടി നോക്കട്ടെ. ഞാൻ വരുന്നവരെ മര്യാദക്ക് ഇവിടെ തന്നെ നിന്നോണം, അല്ലെങ്കിൽ പട്ട് സബ് കളക്ടർ. എന്റെ തൃപ്രയാർപ്പാ, മേലുദ്യോഗസ്ഥന്മാരെല്ലാം ഇതുപോലെ തലയിൽ ഇടി വീണ മന്ദബുദ്ധികളായിരുന്നെങ്കിൽ എത്ര സുഖമായിരുന്നു. എവിടെയാ മന്ദബുദ്ധി? ഇനി ട്രെയിനിങ് തുടരാം. முத்து அந்த ஃபைல் எல்லாம் தேடி பார்த்தேன், கிடைக்கல. கடவுளே, நான் என்ன பண்ணுவேன்? സംസാരിക്കുന്നു. തൃപ്രയാറപ്പാ, രക്ഷപ്പെട്ടു. സാർ, ഒന്നുകൂടി സംസാരിച്ചേ. സംസാരിക്കേ. நான் கூட അയ്യോ, ഇതെന്ത് ഭാഷ? நான் போலது உப்பங்கண்டல்വാ അത് ലോകത്ത് ഇങ്ങനെ ഒരു ഭാഷ ഉണ്ടോ? കാണുമായിരിക്കും. ഭാഷ എന്തായാലും എന്ത്, വാ പൊട്ട സംസാരിച്ചു കിട്ടിയല്ലോ, അത് മതി. ഓപ്പറേഷൻ സക്സസ്, പ്രൊമോഷൻ എക്സസ്. എന്തായി? ആർക്കെങ്കിലും വല്ല സംശയവും? തൽക്കാലം ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ ഡെഡ് ബോഡി ഞാൻ മറവ് ചെയ്തിട്ടുണ്ട്. നിനക്ക് വിഷമം തോന്നുന്നുണ്ടോ? എന്തിന്? ഞാനല്ലേ തെറ്റ് ചെയ്തത്? സാരമില്ല, കുട്ടിക്കാലം മുതൽക്കേ വിധി നമ്മളെ ചതിച്ചിട്ടേ ഉള്ളൂ. ഈ ജന്മം ജീവിതം നമുക്ക് പറഞ്ഞിട്ടില്ല. ഈ ജന്മത്തേക്കൊന്നും മാറ്റി വെക്കണ്ട, ഇന്നത്തോടെ തീരും ജീവിതം. അയാള് രക്ഷപ്പെട്ടില്ലേ? ആര്? ആരുടെ കാര്യമാണ് നീ പറയുന്നേ? മറ്റാരാ? അയാള്, ആ കമ്മീഷണർ ഭർത്താവ്. പോലീസിനും പട്ടാളത്തിനും കൂട്ടി നിമിഷങ്ങൾക്കകം അവരിവിടെ എത്തും. നീ എന്തൊക്കെയായി പുലമ്പുന്നത്?
അയാൾ രക്ഷപ്പെട്ടെന്നോ? ഞാൻ കണ്ടതാ കമ്മീഷണർ കാറില്. മുന്നേ എന്ത് മണ്ടത്തരാ പറയുന്നത്? കമ്മീഷണർ ഭർത്താവ് അകത്ത് തന്നെ ഉണ്ട്. അകത്തോ? അപ്പൊ ഞാൻ പുറത്ത് കണ്ടതോ? സംശയം ഉണ്ടെങ്കിൽ വാ, ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ വിശ്വാസമായോ? അയ്യോ എന്റെ ഈശ്വര, അതെന്ത് മറിമായം! എന്റെ ഈ 2 കണ്ണാണ് എന്റെ മാന്ത്രിക ഗുരുവാണ്. ഞാൻ ഇയാളെ ഇപ്പൊ തന്നെ കമ്മീഷണർ കാറി വെച്ച് കണ്ടതാ. മുന്നേക്ക് ആള് തെറ്റിയതായിരിക്കും. ഈ നിൽക്കുന്ന എന്തുവാണോ? ഈ തല എന്റെയാണോ? എങ്കിൽ ഞാൻ ഇയാളെ തന്നെ കണ്ടേ. എന്റെ ദൈവമേ, വിഷവൈദ്യന ഒടുവിൽ വിഷം തീണ്ടി മരിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ തൊഴിൽ എനിക്ക് എന്നെ ഭാര്യയായോ? അതേ മൂക്ക്, അതേ നോക്ക്, എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? അയ്യോ അതേ നാക്ക്. ഒരു സംശയമില്ല, ഇയാൾ എന്നെ അയാൾ, അയാൾ എന്നെ ഇയാൾ. പ്ലീസ് എന്നെ ഒന്ന് വീട്ടിലെത്തിക്കൂ. വീട്ടില് സാറിന്റെ റേഷൻ കാർഡ് കീറിയെന്നാ തോന്നണേ. ഒരു സംശയം, സാറിന് ഇരട്ടകളോ സഹോദരന്മാരോ ആരിലുണ്ടോ? ആരുമില്ല. അപ്പ പ്രശ്നം മറ്റു തന്നെ. സാറിന്റെ അച്ഛൻ ആള് ശരിയല്ല. 2 പേരെയും കണ്ട കാർബൺ കോപ്പി പോലെ ഉണ്ട്. ഇതിലെന്തോ ചതിയുണ്ട്, കണ്ടെത്തിയേ പറ്റൂ. അതിപ്പോ അമ്മമാരൊക്കെ തേടി പിടിച്ച് രഹസ്യമായി ചോദിച്ചാലേ അറിയാൻ പറ്റൂ. അതല്ല, കമ്മീഷണറുടെ കൂടെ കണ്ട ആള് ആരാന്നറിയണം. സാർ ഇവിടെ ഇരുന്നാട്ടെ. ആ ദാ ഇതൊക്കെ കഴിച്ചാട്ടെ. അയ്യോ, ഇതിന്റെ മന്ദബുദ്ധി ഒന്ന് മാറി കിട്ടിയ സാറിന് പ്രൊമോഷൻ ഉറപ്പാ. അതുകൊണ്ടല്ലേടോ ഞാനീ കഷ്ടപ്പെടുന്നത്. കഷ്ടം. ദേ, സാറിന് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് മാഡം ഡ്യൂട്ടിക്ക് പോയത്. അതെ, ഇതൊക്കെ തിന്നാ സാറിന് കൊള്ളാം. ആ. അല്ലെങ്കിൽ ഒരു തീറ്റപ്രാന്തിനുള്ള വകുപ്പുണ്ട്. അങ്ങനെ സോറി സാർ. ഉം. അയ്യോ, ഇതെന്ത് നോട്ടമാ സാറേ? ഇതൊന്നും ഇതിനു മുമ്പ് കണ്ടിട്ടില്ലയോ? എന്റെ തൃപ്രയാറപ്പാ, ഇതിലും ഭേദമല്ല കാട്ടുപോത്തിന് മെരുക്കുന്ന. സാറിന്റെ തന്തക്ക് വിളിച്ചതായി. അതാണില്ല, കഷ്ടമായി. തന്തയാണോ ഉദ്ദേശിച്ചത്? സാറേ, ആംഗ്യ ഭാഷയ്ക്ക് ലാംഗ്വേജ് ഇല്ല. കൈ കൊണ്ട് എന്തെങ്കിലും കാണിച്ചാ മതി. ആ, എന്തെങ്കിലും കാണിക്കുന്നേ. ആരോ ബെല്ലടിച്ചു. എന്റെ എല്ലാം വിടണോ? എന്റെ സ്വപ്നത്തെ കസവണിയിച്ച സുന്ദരി. ഈശ്വര, വട്ടായോ? ഓ ഗോഡ്, ഐ ആം എ ഡ്രീം. എന്താ പറഞ്ഞ? ഇതൊരു സ്വപ്നമാണോ എന്ന്? ഈ സമാഗമം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. തന്നോടല്ല, ഇയാൾ ആരാ? എന്റെ ഫോട്ടോഗ്രാഫറാ. ഹലോ, പൂവല്ലേ ഇത്, വെറും ഒരു കമ്പാ. പുലർച്ചെ കണ്ട സ്വപ്നം ഫലിച്ചു. ദാ ഇപ്പൊ കൂടി ചേച്ചി പറഞ്ഞതേ ഉള്ളൂ. എന്ത് സ്വപ്നം കണ്ടു? ആരെ സ്വപ്നം കണ്ടു? സാറിനെ അല്ലാതാരെയാ? Oh my sweetheart. അയ്യോ, ഇതെന്താ ചുഴലിദിനം പിടിച്ച പോലെ. അല്ല, സാറിന്റെ ഇവിടെ? ഞാൻ ഇപ്പൊ കമ്മീഷണറുടെ വീട്ടിലെ അടുക്കള പണിയാ. സോറി സാർ. അകത്തേക്ക് വരിക. സത്യത്തിൽ ഒരു ഡെഡ് ബോഡിക്ക് കാവൽ നിൽക്കുന്നതാണ് എന്റെ ഇപ്പോഴത്തെ പണി. ഡെഡ് ബോഡിയോ? അതെ, മാഡത്തിന്റെ ഹസ്ബൻഡ്. അയാളെ പൊള്ളതും ഇല്ലാത്തൊക്കെ കണക്കാ. അതേ വരുന്നു. കൊപ്രാക്കളത്തിൽ കാക്കയെ നോക്കാൻ പോലും ഇനി കൊള്ളില്ല. ഒരു ഫോട്ടോ എടുത്തു. സാറിന് ഒരു ഫോട്ടോ എടുത്തോട്ടെ. കേട്ടില്ലേ? ഇതാണ് ഭാഷ. ഉഗാണ്ടയിലുള്ള ഏതോ ഗോത്ര ഭാഷയാണെന്നാണ് എന്റെ സംശയം. ഇത് ഉഗാണ്ടയിലെ ഗോത്രഭാഷ ഒന്നല്ല. ഈ ഭാഷ എനിക്കറിയാം. അറിയോ? ഓ, ആശ്വാസമായി. ലിപി ഇല്ലാത്ത ഭാഷയായതുകൊണ്ട് ഇതെന്താണെന്ന് അറിയാനുള്ള തത്രപ്പാടിലായിരുന്നു ഞങ്ങൾ. എന്നാ കേട്ടോ. എന്താ സാർ മറുപടി ഇല്ലാത്തത്? നാ പറഞ്ഞിപ്പോയോ? സാർ ആ ഭാഷ മറന്നു കാണും. എനിക്ക് നിന്റെ ഫോട്ടോ മാറ്റാനേ എനിക്ക് നിന്റെ നാട്ടില് പോറ്റനെ ഞാൻ കണ്ട് അവനെ പോറ്റനെ ഞാൻ കണ്ട് 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 നാക്കുലൂടെ ഉള്ളിൽ ചായ എന്തിനാ ചിരിക്കുന്നത്? ഇതായിരുന്നു പ്രശ്നം.
ഛെ, ഒരു നിസ്സാര കാര്യം സാർ ആവശ്യപ്പെട്ടിട്ട് പോറ്റി സാർ അത് സാധിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞ കഷ്ടം തന്നെ കേട്ടോ. എന്റെ തൃപ്രയാറപ്പ എന്താ കാര്യം? മാഡം പറഞ്ഞ എന്റെ തൊപ്പി തെറിക്കും. ഛെ, മറ്റൊന്നല്ല, കുഴപ്പം സാറിന്റെ തലമണ്ടയ്ക്ക് തന്നെയാ. എന്റെയോ? അപ്പൊ സാറിന്റെ അല്ല, ആ. ഈ സാറിന്റെ തലമണ്ടയ്ക്കകത്തൊരു പെരുവരിപ്പ്. അങ്ങനെ പറഞ്ഞു. പിന്നെ ചികിത്സക്കുള്ള മരുന്നും സാർ എന്നെ പറഞ്ഞു തന്നു. എന്താ അത്? നല്ല തിളച്ച ചൂടുവെള്ളം, ഉം. അതും 210 ഡിഗ്രി സെന്റിഗ്രേഡിൽ. അതിങ്ങനെ മൂർധാവിലോട്ട് ഇങ്ങനെ ധാരധാരയായി ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക. അയ്യോ, തല പൊള്ളി അവിഞ്ഞു പോകത്തില്ലയോ? ഇങ്ങനെ അസുഖമുള്ള ആളുകളുടെ തല പൊള്ളില്ല എന്നാണ് സാറ് പറയുന്നത്. 210 അല്ല 310 ഡിഗ്രിയിൽ ഞാൻ ഇപ്പൊ വെള്ളം തിളപ്പിച്ചോണ്ട് വരാം. സാർ എന്താ ഇപ്പൊ പറഞ്ഞത്? താനൊരു പോലീസുകാരനായിരുന്നിട്ടും ഇതൊക്കെ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? അറിഞ്ഞു ചെയ്യേണ്ടതല്ലേ എന്നാണ് സാർ ഇപ്പൊ പറഞ്ഞത്. ശരിയാണ്, സോറി സാർ. സാർ എന്താ ഇപ്പൊ പറഞ്ഞത്? ഇനിയും വെച്ച് താമസിപ്പിക്കാതെ കൊണ്ടുവന്ന് തലയിൽ ഒഴിക്കാൻ ചൂടുവെള്ളം. ഓ ശരി സാർ, ഇപ്പൊ കൊണ്ടുവന്ന് ഒഴിക്കാം. കൊല്ലക്കുടിയിലെ സൂചി വിൽപ്പനയ്ക്ക് വന്നതല്ലേ? നിന്നെ ഒന്ന് പുഴുങ്ങി ശരിയാക്കി തരടാ. സത്യം പറയുന്ന നല്ലത്. നീ ആരാ? എന്തിനാ ഇവിടെ വന്നത്? അവർ തിളച്ച വെള്ളമായി വരുന്നതിന് മുമ്പ് സത്യം പറഞ്ഞാൽ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. പറയാൻ ആരാ നീ? ആരാ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്? ഹലോ ഹലോ, മോളെ, ആ സബ് കളക്ടറെ മുറിയിൽ കാണുന്നില്ല. എന്താ എന്ത് പറ്റി? കമോൺ. നിന്നെ ഞങ്ങള് പെണ്ണെടുത്തോളടാ. സാറ് പിടിച്ചോണേ, ഞാൻ തലയിൽ ഒഴിക്കാം. അവരൊക്കെ പോയോ? ഓ, സാറ് പിടിച്ച നമുക്ക് ചികിത്സ ചെയ്ത് തുടങ്ങാം. സാറേ സാറേ, ഒന്ന് നിന്നേ. സാറിന്റെ അസുഖം മാറാനല്ലേ? ഒന്ന് നിന്നേ. ഒഴിച്ചോ.